ഗായ്സ്, അപ്പം ഞങ്ങൾ വന്നിട്ട് നല്ലൊരു അടിപൊളി വ്ളോഗും കണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ബുക്സ് കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ കൊയിലാണ്ടിയിലേക്ക് പോയിട്ടോ. കൊയിലാണ്ടിൽ നിന്ന് പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ വാങ്ങിച്ചു. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബോക്സും നോട്ട് ബുക്സും ഒക്കെ വാങ്ങിക്കാനുള്ള സ്കൂൾ സ്റ്റേഷനറീസ് വാങ്ങിക്കാനുള്ള കടയിലേക്കാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബോക്സ് എന്നിവയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിന്റെ പേര് ഗ്ലോബൽ ആർക്കേഡ് എന്നാണ് കേട്ടോ. നല്ല അടിപൊളി ഷോപ്പാണ്. എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഓഫീസ് ഐറ്റംസ് അല്ലേ, പാഡ് അങ്ങനത്തെ സംഗതികളൊക്കെ അല്ലേ, നോട്ട്സ്, സ്റ്റുഡൻസിന് ആവശ്യമുള്ളത്, പിന്നെ ആർട്ടിൻ്റെത്, അങ്ങനെയുള്ള പല സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇത് ഈ കട കൊയിലാണ്ടിയിലാണ് കേട്ടോ. പിന്നെ ഞങ്ങള് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ ഇതാ ബാഗിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന നോട്ട്ബുക്സ് എന്നിവയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അതെല്ലാം എടുത്തു. പിന്നെ ഇവിടെ സ്കൂൾ സ്റ്റേഷനറീസും ആർട്സിൻ്റെതും മാത്രമല്ല ഉണ്ടായിരുന്നത്, ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ, അതും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആക്രിലിക്, പിന്നെ നല്ല അടിപൊളി പെൻസൊക്കെ ഉണ്ടായിരുന്നത് ഈ പെൻ സെക്ഷനിലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ എടുത്തത് പെൻസിൽസ് ആണ് കേട്ടോ. ഇവിടെ കുറേ കമ്പനി പെൻസിൽസ് ഉണ്ട്. അപ്സര, നടരാജ്, അങ്ങനെയുള്ള പല കമ്പനിയുടേതും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഞാനിതിൽ എടുത്തത് അപ്സരേന്റെ ആണ്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ സ്റ്റേഷനറി ഏതാണെന്നും കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പിന്നെ ഞങ്ങള് കുറച്ച് കളർ പെൻസിൽസ്, ക്രയോൺസ് അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഫയൽസ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓഫീസ് അതുകൊണ്ട് അനുബന്ധിച്ചുള്ള സ്റ്റേഷനറീസും ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ അടുത്ത കട്ടർ ഇതായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേഷനറിയുടെ പേര് പറയുന്ന കമന്റിൽ പറയണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ? അതിൻ്റെ അപ്പുറം നിങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് ചെയ്തോ എന്നൊക്കെ പറയണേ. പിന്നെ ഞങ്ങളൊരു Q&A ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇടുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റേഷനറിയിലേക്ക് പോവാം. ഇവിടെ റബ്ബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മള് ഹെയർ കളറിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ സെക്ഷനാണ് കേട്ടോ ഇത്. ബഡ്സ് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതിന്റെ സെക്ഷനാണ് കേട്ടോ. പിന്നെ ഇത് ചാർട്ടാണ്. പിന്നെ ഇതാണ് കേട്ടോ പെൻസിൽ ബോക്സ്, അതിന്റെ സെക്ഷൻ ഇല്ലേ, ആ സെക്ഷൻ ഇതാണ് കേട്ടോ. ഇവിടെ നല്ല കുറെ ക്യൂട്ട് പെൻസിൽ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളതെല്ലാം വാങ്ങിച്ചു ബില്ലാക്കുകയാണ്. എനിക്കില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേഷനറി എന്ന് വെച്ചാൽ ഇതിലുള്ള വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ആ വാട്ടർ ബോട്ടിൽ എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ബില്ലേറ്റ് കാണാം. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരാന്നതിന് മുമ്പ് ഞങ്ങളിതാ ഒരേ പസലൊക്കെ കഴിച്ചു. അപ്പൊ ഇത് നമ്മള് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ എല്ലാവർക്കും ബൈ.
നമ്മൾ ഇന്നലെ വാങ്ങിച്ച സ്കൂൾ സ്റ്റേഷനറീസ് ആണ്. ഇത് പിന്നെ നമ്മുടെ സ്കൂളിൽ നമുക്ക് ഇന്നലെ കിട്ടിയ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. ഓൾറെഡി ഞാൻ ഇതൊക്കെ പൊതിയിട്ട് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിലുള്ള ഓരോ സാധനങ്ങളായി കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വാട്ടർ ബോട്ടിലാണ്. ഇത് നമ്മൾ മൂള ക്യാപ്പ് പ്ലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത്. പക്ഷെ ഇത് സ്റ്റീലാണ് കേട്ടോ. വാട്ടർ ബോട്ടിൽ സ്റ്റീലാണ്. എടുക്കാൻ ഇത്തിരി പാടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വാട്ടർ ബോട്ടിൽ. ഇതിൻ്റെ പല കമ്പനിയുടേതും ഉണ്ട്. പക്ഷെ കമ്പനി എല്ലാം ഒന്നായിരിക്കും, പക്ഷെ ചിത്രങ്ങൾ വേറെ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ സ്പൈഡർമാൻ ഉണ്ട്, ഹണി ബണ്ണി ഉണ്ട്, പിന്നെ സ്പോർട്സ്മാൻ്റെ ചിത്രമുള്ളതും ഇതുപോലത്തെ ബോട്ടിൽ കിട്ടും കേട്ടോ. ഇതെങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ. പക്ഷേ ഇങ്ങനെയല്ല. നമ്മൾ ഇതേ മോളെ ഇങ്ങനെയുള്ള ഒരു സാധനം കാണുന്നില്ലേ, നിങ്ങൾ അതിനെ ഇങ്ങോട്ടാക്കി ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താലാട്ടോ ഇത് ഓപ്പൺ ആവുള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഇതിനെ വായ വെച്ചൊടിക്കുമ്പോൾ ഇതിനെ കടിച്ചാൽ പിന്നെ ഇതിൻ്റെ കാര്യം ഫുള്ള് പോയി. പിന്നെ അത് വാങ്ങിയതിൻ്റെ പൈസ പോയി എന്നല്ലാണ്ട് വേറെ ഒരു കാര്യവും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത സാധനങ്ങൾ കാണിച്ചു തരാം. അടുത്ത ഇത് കാണിക്കും. ഇത് കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാൽ നമ്മളൊരു എറൈസറാണ്. എറൈസർ എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കാണുമായിരിക്കുന്നത് ഇതാണ് എറൈസർ. ഇത് റബ്ബർ അല്ലേ ഇത്. പക്ഷെ ഇത് റബ്ബർ അല്ല. ഇത് നമുക്കിങ്ങനെ ഇതിനോട് മായ്ക്കാൻ പറ്റും കേട്ടോ. പക്ഷെ എനിക്ക് ടെസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്ത് പെൻസിലില്ല. അതാണ് കേട്ടോ കാണിച്ചു തരാത്തത്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് തൽക്കാലം ഒന്ന് മയച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഈ ഐറ്റം. അടുത്ത ഐറ്റം കാണിച്ചു തരാം. ഇതിലുള്ള എങ്ങാനും ഈ കുറ്റി തീർന്നാൽ പിന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പെൻസിൽ. ഇത് ഓപ്പൺ ചെയ്യാൻ ഇതെന്തിനാണോ ഓപ്പൺ ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഇതാ നമ്മുടെ പെൻസിൽ. ഇതൊന്നി 10 ഉണ്ട് കേട്ടോ. ഞാൻ ബാക്കിൽ റബ്ബർ ഇല്ല കേട്ടോ വാങ്ങിയത്. അല്ലാണ്ട് നമ്മൾ വേറെ റബ്ബർ പെട്ടെന്നൊക്കെ എന്തെങ്കിലും വരുമ്പോൾ വേറെ റബ്ബർ ബോക്സ് കൊണ്ട് എടുക്കുക, അങ്ങനെ പാടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് തല തിരിച്ച് പിടിച്ച് മയച്ചാൽ മാത്രം മതി. ഞാൻ ഒന്നാം ക്ലാസ്സിലെങ്ങാൻ പഠിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള റബ്ബർ ഇതുപോലത്തെ റബ്ബറുകൾ അതൊക്കെ കടിച്ച് ഇത്ര കഷ്ണാക്കി വെക്കും. ഇങ്ങനത്തെ സൈക്കോകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കിട്ടോ. അപ്പോൾ അടുത്തേക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കെയിലാണ്. ഇതാണ് എൻ്റെ സ്കെയിൽ. പക്ഷെ നിങ്ങൾക്കിത് കണ്ടിട്ട് ഒരു സാധാ സ്കെയിൽ പോകുന്നുണ്ട്. 3 ഫോട്ടോ ഉണ്ട്, കളർ പിങ്കാണ്. അത്ര മാത്രമല്ലേ നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ. പക്ഷേ ഇത് അത് മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നേ ഉണ്ടാകത്തില്ല. പക്ഷെ ഇത് നോക്കൂ. അയ്യോ, ഞാൻ സ്കെയിൽ പൊട്ടിച്ചു ഗായ്സ്. ഇല്ല, പക്ഷേ ഇതിൽ നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. കാണിച്ചു തരാം. ഞാനിൻ്റെ സ്കെയില പൊട്ടിച്ചു വായിക്കൂലേ. പക്ഷെ ഇത് ഞാൻ പൊട്ടിയതല്ല. ഇവിടെ നമുക്ക് ഓരോ ചിഹ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇതിനെ വേണമെങ്കിൽ നമുക്കിപ്പോൾ വരയ്ക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. ഒരു നൊടി ചെറുതായിട്ടൊന്ന് നിലത്തേക്ക് പോയതാണ്. സാരമില്ല, നമുക്കത് എടുക്കാം. ഫസ്റ്റ് ഇപ്പോൾ ഏത് ചിഹ്നം നമ്മൾ വരയ്ക്കുക? സ്റ്റാർ വരയ്ക്കല്ലേ. നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിങ്ങനെയും വരയ്ക്കാൻ പറ്റും കേട്ടോ. പക്ഷെ ഇത് ഞാൻ വരച്ചത് തെറ്റിപ്പോയതാണ്. വീഡിയോക്ക് വേണ്ടി സ്പീഡിൽ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോവും കേട്ടോ. ഇതിൻ്റെ ബോർഡറിൽ ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത് നമുക്ക് വേണമെങ്കിൽ നോട്ട്ബുക്സിലൊക്കെ പുതിയ പാഠമൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ലൈൻ വരയ്ക്കണമെങ്കിൽ ഈ ഭാഗം ഉപയോഗിച്ചാൽ മതി കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. അടുത്തത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ക്രയോൺസ്. എല്ലാവർക്കും പേരായിട്ട് ഉണ്ടാവുന്നതാണ്. നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. റബ്ബറൊക്കെ തെറിച്ച് പോച്ച്.
ഇങ്ങനെ ഫ്രീ ആയിട്ട് റബ്ബർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്രയോൺസ് കൊണ്ട് വരച്ചതിന് ശേഷം ഈ റബ്ബർ കൊണ്ട് വരച്ചാൽ മഴയും എന്നാണ്. നമുക്കത് വീഡിയോയിൽ ഇപ്പം തന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ തപ്പെടുത്തിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല കട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വരച്ച് നോക്കാം. ഇത് പേപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ മായ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞത് നല്ലതുപോലെ വേർത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഒത്തിരി കല പോലും ആടില്ലാണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളാണെങ്കിൽ അടിച്ചതാണ് ബ്ലാക്ക് കളറും. അപ്പോൾ ക്രയോൺസിൽ നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് പെൻസിൽ കൊണ്ട് വരച്ചിട്ടും മായ്ക്കണയിൽ അങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് പൊതിയാണ്. ഇതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എന്താ ആലോചിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ഗൈസ്. ഇതെന്താ ടെസ്റ്റിന് ഓൾറെഡി പൊതി ഇട്ട് വെച്ചിരിക്കല്ലോ, പിന്നെന്താ പൊതിന്ന്. കാരണം എന്താ വെച്ചാൽ ഞാൻ മദ്രസയിൽ പോലുള്ളതുകൊണ്ട് മദ്രസയിൽ ഇങ്ങനെ പൊതിയാൻ വേണ്ടിയിട്ട് പൊതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൊതി മദ്രസ നമുക്കിന് വലിയ അട്ടിയില്ലല്ലോ, അങ്ങനെ പെട്ടെന്ന് തന്നെ ഇട്ട് കഴിയും. അങ്ങനെയുള്ളത് നന്നായിട്ട് പൊതി ബാക്കിയില്ലായിരുന്നു. അപ്പം അത് ഇതിന് ഇട്ടതാണ്. ഇനി നോട്ട് ബോക്സിൽ ഇടാനുള്ള പൊതി തീർന്നു പോയി, അതിൽ ഇനി പൊതിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പൊതി വാങ്ങി. പൊതി എല്ലാവർക്കും അറിയുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന എന്താ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഇതെന്താ പൊതി മാത്രമേ ഉള്ളൂ. നെയ്സിൽ പെടവൊക്കെ നെയ്സിൽ പൊന്നൊട്ടിക്കേണ്ടതല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നെയ്സിൽ പിഞ്ചെടുത്തോണ്ട് ഇത് നമ്മൾ അടുപ്പിച്ച് നെയ്സപ്പാട്. ഇത് ഓൾറെഡി ഞാനൊരു ഷോർട്ടിൽ കാണിച്ചിട്ടുണ്ട്, നല്ല വീഡിയോയിൽ കൂടി കാണിക്കുകയാണ് കേട്ടോ. ഇതിൽ പേര് ഓൾറെഡി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഇത് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നിടത്ത് ചെന്ന് നമ്മളിങ്ങനെ മലയാളം സബ്ജക്റ്റ് അങ്ങനെയൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിലോ അല്ല അതിനനുസരിച്ച് ചെയ്ത് തരും. ഇത് ഞങ്ങൾ ബുക്ക് കിട്ടുന്നതിന് മുമ്പേ ഇത് ചെയ്തതായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ അതിന് പകരം വേണ്ടി പേര് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇനിയുള്ളത് ഏതാണെന്ന് വെച്ചാൽ റബ്ബറുകളാണ് കേട്ടോ. റബ്ബറുകൾ എനിക്ക് 3 എണ്ണാനുണ്ട് കേട്ടോ. ഒന്ന് ഇതാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത് ഈ റബ്ബറുകളാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ സാധാരണ റബ്ബറുകൾ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഒരു റബ്ബർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കണ്ടില്ലേ? ഇത് സാധാ വൈറ്റ് റബ്ബറാണ്. ഇത് നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിന് വണ്ണം കൂടുതലാണ്, പക്ഷെ ഇതിന് വണ്ണം കുറവാണ്. പക്ഷെ ഇതിന് നല്ല നീളമുണ്ട് റബ്ബറിന്, ഇതിന് നീളം കുറവാണ്. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. പിന്നെ ഇത് വൈറ്റ് കളറാണ്, പക്ഷെ ഇത് പല പല കളേഴ്സ് ഉള്ളതാണ് കേട്ടോ. സോ മെനി ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അടുത്തത് കാണാം. അപ്പോൾ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കട്ടർ, അതായത് ഷാർപ്നർ. ഈ ഷാർപ്നർ എന്ന് വെച്ചാൽ സാധാരണ ഷാർപ്നർ പോലെ അല്ല, അതൊരു നല്ല സർക്കിൾ ഷേപ്പിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മൂടയുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് കൂർമിച്ച് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഇതുള്ള പെട്ടെന്ന് നല്ല അർജൻറ്റുള്ള സമയമാണ്, നമുക്ക് ഇടാനൊക്കെ മടിയായിട്ട് നിലത്തിട്ട ടീച്ചർ നല്ല അടിയും കിട്ടും. അപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം ഇത് നമ്മൾ കൂർമിച്ച് ശീലിൽ തന്നെ അതിൻ്റെ കൂർമ കിടന്നാലും കുഴപ്പമില്ല, ഒന്നും ആവത്തില്ല. ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. കിട്ടുന്നില്ല ഗൈസ്, കിട്ടി. കണ്ടില്ലേ, നന്നായി കോണ്ട വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ യൂസിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അയ്യൊക്കെ കൂർമ്പിച്ചതിൻ്റെ അത് കിടക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇതിനൊരു കുഴപ്പവും ഇല്ല. അപ്പോൾ അടുത്തത് കാണാൻ നെക്സ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഗായ്സ് എൻ്റെ നോട്ട്ബുക്ക്. കാണിച്ചു തരാം. അപ്പോൾ ഇതിലുള്ള 3 എണ്ണം മാത്രമാണ് കേട്ടോ ഡിഫറൻസ് ആയിട്ടുള്ള. ബാക്കിയെല്ലാം 3 എണ്ണത്തിൻ്റെ അതേ ഡിസൈൻ ഉള്ളത് തന്നെയാണ്. കണ്ടില്ലേ,
4 തന്നെ 2 ഒന്നാണ്. അപ്പോൾ നോട്ട്ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്, വെറുതെ അത് കാണിച്ചാൽ നിങ്ങൾ വെറുപ്പ് പിടിപ്പിക്കുന്നില്ല. അടുത്ത സാധനം കാണിച്ചു തരാം. അപ്പോൾ അടുത്തത് ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. ടിഫിൻ ബോക്സ് എന്ന് വെച്ചാൽ പ്രത്യേക ഇത്രയുള്ള ടിഫിൻ ബോക്സ് ഒന്നുമല്ല. മുന്നിലുള്ളത് ഒരു പ്രിൻസസിൻ്റെ ചിത്രമാണ്. യു ആർ അമേസിങ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് തുറന്ന് കാണിച്ചു തരാം. ഇവിടെ 2 ഭാഗത്തും ക്ലിപ്പ്, ഇവിടെ 4 ഭാഗത്തും ക്ലിപ്പാണ് കേട്ടോ ഇതിന്, പ്ലാസ്റ്റിക്കിൻ്റെ ക്ലിപ്പ്. പിന്നെ ഇതൊരു ട്രേ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരു ഭാഗം ഫോർക്കും ഒരു ഭാഗം സ്പൂണുമായിട്ട് വരുന്ന ഒരു സ്പൂണ്, അങ്ങനെ പറയാം. ഇത് നമുക്ക് എന്തെങ്കിലും നൂഡിൽസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തിന്നാൻ പറ്റും. എല്ലാ സൂപ്പ് അങ്ങനെ ആണെങ്കിൽ ഇങ്ങനെ കുടിക്കാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ടുള്ള പേനകൾ, ഒന്ന് പിങ്ക്, പിന്നൊന്ന് ഗ്രീന്, പിന്നൊന്ന് ബ്ലൂവും പിങ്കും തമ്മിൽ മിക്സ് ആയിട്ടുള്ള കളർ. പേന നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. അടുത്തതായിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി BTS ബോക്സ് ആണ്. ഇത് BTSന്റെ ബോക്സ് വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ചുറ്റുമൊക്കെ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തുറന്നു വരും. ഇത് ഓട്ടോമാറ്റിക്കൽ തുറക്കില്ല, ഇത് നമ്മളിങ്ങനെ വേണം തുറന്നു കൊടുക്കണം. അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ ആ പെൻസിലൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ഇത് മാഗ്നറ്റിക് കൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പം അതിന് ഓട്ടോമാറ്റിക്കലി ഇത് അങ്ങനെ അടഞ്ഞോളൂ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, സാധാരണ ബോക്സ് പോലെ തന്നെ. അപ്പോൾ അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ ഓയിൽ പേസ്റ്റിൽ കാണിച്ചു തരാം. ഇത് 15 ഷേഡ്സ് ആണ് കേട്ടോ വരുന്നത്. ഇതാണ് നമ്മളെപ്പോഴത്തെ ഓയിൽ പേസ്റ്റിൽ. ഇത് ലൈറ്റ് കളേഴ്സ് ആയിട്ട് വരുന്നത് ഒരു ഭാഗത്തും പിന്നെ ഡാർക്ക് കളേഴ്സ് ഒരു ഭാഗത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ടൈപ്പ് കളേഴ്സ് ഇല്ലേ, അതാണ് കേട്ടോ ഇത് നടുവിലുള്ളത്. ഇതും അധികം കുട്ടികൾക്കൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഏത് കളർ എടുക്കും? പിങ്ക് എടുക്കുക ഗൈസ്. കണ്ടില്ലേ, നമ്മൾ ഉരച്ചാൽ ഇങ്ങനെ വരും. പിന്നെ നമുക്കിതിനെ സ്മഡ്ജ് ആകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറൊരു കളർ എടുത്ത് കൂടെ ഉരച്ചു കൊടുക്കുക. എന്നിട്ട് വിരളുകൊണ്ടോ അല്ലെങ്കിൽ എന്തിനോട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുത്താലും വരും കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മളെ പ്രിൻറ്റിങ് ഇല്ലേ, അങ്ങനെയുള്ള പേപ്പർ ഇതാണ്ടാണ് ഇത് സ്മഡ്ജ് ആവുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എഴുതിയിട്ടുള്ളത് കളർ പെൻസിൽ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ കളർ പെൻസിൽ. ഇതിൽ ഫ്രീ ആയി ഷാർപ്നർ വരുന്നുണ്ട്. ഇതിന് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വൈറ്റ്നർ ആണ്. ഇതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സാൻഡൽ ടിപ്പാണ് ഇതിൻ്റെ വരുന്നത്. ഇതും നിങ്ങൾക്ക് അറിയുന്നുണ്ട്, കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബൈ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.